മാണിക്യമാകാൻ കച്ച കെട്ടിയിറങ്ങി. പക്ഷേ അടക്കി വെച്ചിരുന്ന അപ്പന്റെ തറ സ്വഭാവം പുറത്തു വന്നതോടെ മാണിക്യം പോയിട്ട് മാങ്ങാണ്ടി പോലും ആകാതെ ഷോൺ ജോർജ്. പൂഞ്ഞാർ പുലികളായ അപ്പനും മകനും BJPയിൽ കയറിക്കൂടിയത് ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും തങ്ങളുടെ പോക്കറ്റിലുണ്ടെന്ന ധാരണ പരത്തിയാണ്. ഇതും പറഞ്ഞ ഇലക്ഷൻ ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ BJPയിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇലക്ഷന് ശേഷം നടന്ന അവലോകനത്തിൽ തങ്ങൾക്ക് ജയസാധ്യതയില്ലെന്ന് മാത്രമല്ല 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന തിരിച്ചറിവ് ജോർജിന്റെ തെറിവിളി സ്വഭാവം വീണ്ടും വെളിയിൽ വരുന്നതിന് കാരണമായി. ഇലക്ഷന് മുൻപ് ജോർജ് അവകാശപ്പെട്ടത് താൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. പൂഞ്ഞാറിൽ ഏതായാലും 1000-ൽ കൂടുതൽ സിസ്റ്റർമാർ കാണുമല്ലോ. അവർ മുഴുവൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് പറഞ്ഞതുപോലെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും ബാക്കി 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജോർജ് വിജയിക്കേണ്ടതല്ലേ? എന്നിട്ടും ജോർജ് തെറിവിളിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നതിന്റെ കാരണം BJPയിൽ ഒരു വിഭാഗം തന്നെയും മകനെയും കാലുവാരിയോ എന്ന സംശയം മൂലമാണ്. പാലായിൽ ഷോൺ ജോർജിന്റെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം പ്രധാനമന്ത്രി തിരുവല്ലയ്ക്ക് പോയത് BJPയിലെ മറ്റൊരു ക്രൈസ്തവ ലോബിയായ അനൂപ് ആന്റണിയും ജോർജ് കുര്യനും നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണെന്നും ചില അടക്കം പറച്ചിലുകൾ നടക്കുന്നുണ്ട്. മുൻപ് PC ജോർജ് നരേന്ദ്രമോദിയെ കൊള്ളക്കാരൻ എന്ന് വിളിച്ചത് ഉൾപ്പെടെയുള്ള വീഡിയോ ക്ലിപ്പുകൾ പ്രധാനമന്ത്രിയുടെ കൈവശം ചിലർ എത്തിച്ചതായി വിവരമുണ്ട്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടായി പറഞ്ഞ ജോർജിനെ ഇനി ക്രൈസ്തവ സഭകളും അടുപ്പിക്കില്ല. ക്രൈസ്തവ സമുദായത്തിലേക്ക് കയറി ചെല്ലാനുള്ള പാലമായി BJP കണ്ടത് ഷോണിനെയും PC ജോർജിനെയുമാണ്. എന്നാൽ ഇപ്പോൾ ആ പാലം ജോർജും മകനും കൂടി ഗുണ്ടുവെച്ച് തകർത്ത അവസ്ഥയിലാണ്. ഇവരെ മുൻനിർത്തി മുൻപോട്ട് പോയാൽ BJPയുടെ ആഭിമുഖ്യമുള്ളവർ പോലും ഇനി വോട്ട് ചെയ്യില്ല എന്ന പേടിയും BJP നേതാക്കന്മാർക്കുണ്ട്. KM മാണിയുടെ പിൻഗാമിയായി തന്റെ മകനെ അവരോധിക്കാൻ PC ജോർജ് ആദ്യം ചെയ്തത് ജോസ് കെ മാണിയെ ചവിട്ടി താഴ്ത്തുക എന്നതാണ്. കഴിവ് കെട്ടവൻ, സ്വന്തം അപ്പനെ തല്ലിയവൻ എന്നിങ്ങനെയുള്ള പട്ടങ്ങൾ ജോസ് കെ മാണിക്ക് ചാർത്തിക്കൊടുത്ത് പാലായിൽ വെറുക്കപ്പെട്ടവനായി തീർക്കുക. ആ ഗ്യാപ്പിൽ കൂടി തന്റെ മകനെ പാലായിലെ മാണിക്യമാക്കുക. എന്നാൽ ഇതെല്ലാം തകിടം മറിഞ്ഞത് FCRA ബില്ലിന്റെ കാര്യത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വം പ്രതികരണം നടത്തിയതോടെയാണ്. പതിവ് ശൈലിയിൽ ഒന്ന് മാസ് ആകാൻ നോക്കിയ ജോർജ് ഇപ്പോൾ മകന്റെ ഭാവി കൂടിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ജോർജും മകനും ഇനി പൂഞ്ഞാറിലും പാലായിലും മത്സരിച്ചാൽ കെട്ടിവെച്ച പണം പോലും കിട്ടില്ല എന്നുറപ്പാണ്. ഇനിയുള്ള വർഷങ്ങൾ പാർട്ടി പ്രവർത്തനവുമായി മാത്രം നടക്കുക എന്നത് ജോർജിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. ഏറെക്കാലം MLA ബോർഡ് വെച്ച കാറിൽ നടന്ന ജോർജിന് ഇനി പഴയ സ്മരണകൾ അയവിറക്കി വീട്ടിലിരിക്കാനാണ് വിധി. അതായത് ഇനി PC ജോർജിനും മകനും BJPയിൽ പഴയതുപോലെ ശുഭകരമായിരിക്കില്ല കാര്യങ്ങൾ. നിരവധി ഗ്രൂപ്പുകളുള്ള BJPക്കുള്ളിൽ ഇവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ. ഇത്രനാളും വെള്ളം കോരിയിട്ട് പടിക്കൽ കൊണ്ടുപോയി കലമുടച്ച അവസ്ഥയിലാണ് BJP നേതൃത്വം. ക്രിസ്ത്യാനിയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തിയ ജോർജിനോടും ഷോണിനോടുമുള്ള അതൃപ്തിയും പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം.